നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നിലവിലെ ആഗോള സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് യുദ്ധ ടാങ്കുകളുടെ കടുത്ത ക്ഷാമമാണ്. ദശാബ്ദങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശേഖരത്തിൽ കാത്തുസൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ വലിയ തോതിൽ യുക്രൈനിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നതും യുദ്ധമുഖത്തെ കടുത്ത നാശനഷ്ടങ്ങളും നാറ്റോ സഖ്യകക്ഷികളുടെ പക്കലുള്ള ടാങ്ക് ശേഖരം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിച്ചിരിക്കുകയാണ്. ജർമ്മനിയുടെ ലെപ്പർഡ് 2-8, ബ്രിട്ടന്റെ ചലഞ്ചർ 3 തുടങ്ങിയ ആധുനിക ടാങ്കുകളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും നേരിടുന്ന കാലതാമസം ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ടാങ്ക് നിർമ്മാതാക്കളിൽ ഒന്നായി വളർന്ന ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലേക്ക് യൂറോപ്പിൻ്റെ കണ്ണ് നീളുന്നു എന്ന വാർത്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പണ്ട് റഷ്യൻ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരുന്ന ഭാരതം ഇന്ന് ടാങ്ക് നിർമ്മാണത്തിൽ പൂർണ്ണമായ ആത്മനിർഭരത കൈവരിച്ചു കഴിഞ്ഞു. ഭാരമേറിയ അർജുൻ ടാങ്കുകൾ മുതൽ പർവ്വത പ്രദേശങ്ങളിൽ അതിവേഗം നീങ്ങാൻ കഴിയുന്ന സൊരാവർ ടാങ്കുകൾ വരെ ഉൾപ്പെടുന്ന ഒരു തദ്ദേശീയ വ്യൂഹം തന്നെ ഇന്ത്യക്കുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായ നേട്ടം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത 1500 കുതിരശക്തിയുള്ള കരുത്തുറ്റ എഞ്ചിനാണ്. വിദേശ സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നിർമ്മിക്കുന്ന ഈ എഞ്ചിനുകൾ ഇന്ത്യൻ ടാങ്കുകളെ ആഗോള വിപണിയിലെ വിശ്വസനീയമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. യൂറോപ്പിലെ വമ്പൻ ശക്തികൾക്ക് പോലും പുതിയ ടാങ്കുകൾക്കായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ സജീവമായ ഉൽപ്പാദന യൂണിറ്റുകളുള്ള ഇന്ത്യക്ക് വലിയ അളവിലുള്ള ഓർഡറുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുവാൻ സാധിക്കും. റഷ്യൻ ഭൂപ്രദേശങ്ങളിലെ അതിശൈത്യത്തെ നേരിടുവാൻ ഇന്ത്യൻ ടാങ്കുകൾക്ക് സവിശേഷമായ ശേഷിയുണ്ട് എന്നതാണ് യൂറോപ്പിനെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ഹിമാലയത്തിലെ കഠിനമായ മഞ്ഞുവീഴ്ചയും കുറഞ്ഞ താപനിലയും അതിജീവിക്കുവാൻ പാകത്തിലാണ് ഇന്ത്യൻ ടാങ്കുകളുടെ രൂപകൽപ്പന. റഷ്യൻ ശൈത്യകാലത്തെ ചെളിയും മഞ്ഞും നിറഞ്ഞ യുദ്ധഭൂമിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഇത്തരം ടാങ്കുകൾക്ക് സാധിക്കും. ആധുനിക യുദ്ധതന്ത്രങ്ങൾക്ക് അനുസൃതമായ ഫയർ പവർ, അത്യാധുനിക സെൻസറുകൾ, മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യൻ നിർമ്മിത ടാങ്കുകളുടെ മാറ്റ് കൂട്ടുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പക്കലുള്ള ആയുധശേഖരം തീർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആയുധ നിർമ്മാണശാലകൾ ഒരു മികച്ച പകരക്കാരനായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സാങ്കേതിക വിദ്യയും നിർമ്മാണ സൗകര്യങ്ങളും യുദ്ധവീര്യവും ഇന്ത്യയുടെ പക്കൽ തയ്യാറാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ ടാങ്കുകൾ വാങ്ങുന്നതിലേക്ക് കടക്കുവാൻ ചില നയതന്ത്രപരമായ വെല്ലുവിളികൾ കൂടി മറികടക്കേണ്ടതുണ്ട്. റഷ്യയുമായുള്ള ദീർഘകാല ബന്ധവും ഇത്തരമൊരു സൈനിക ഇടപാടിന് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആഗോള പ്രതിരോധ വിപണിയിലെ ഇന്ത്യയുടെ വളർച്ച തടയാനാകാത്തതാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശൂന്യത നികർത്തുവാൻ കിഴക്കിൻ്റെ ഈ കരുത്തന്മാർക്ക് കഴിയുമെന്നത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കേന്ദ്രങ്ങളുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരമൊരു കരാർ യാഥാർത്ഥ്യമായാൽ അത് പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യയുടെ ലോക നേതൃത്വത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.